കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി പി.വി. അൻവറിന് പിന്തുണയുമായി മുൻ കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ. പി.വി. അൻവറിനെ മുന്നണിയിൽ എടുക്കണം. ചെറുതായാലും വലുതായാലും അൻവറിന്റെ കൈവശമുള്ള വോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് നിർണായകമാണ്. അൻവറിനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുക എന്നതാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. അൻവറിനെ ഘടകകക്ഷിയാക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനമെടുക്കേണ്ടതല്ല. മുസ്ലിം ലീഗിന് അൻവറിനെ കൂടെ കൊണ്ടുവരുന്നതിൽ താൽപ്പര്യമുണ്ട്. അൻവർ മുന്നണിയിൽ വന്നിട്ട് എതിരഭിപ്രായം പറയാൻ പറ്റില്ല. ഭാവിയിൽ യു.ഡി.എഫിന് അൻവർ ബാധ്യതയാകുമെന്ന് തോന്നുന്നില്ലെന്നും കെ. സുധാകരൻ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി.വി. അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ യു.ഡി.എഫിന് തിരിച്ചടിയാകും. അൻവറിന്റെ പിന്തുണ യു.ഡി.എഫിന് നിർണായകമാണ്. അൻവറിന്റെ കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ യു.ഡി.എഫിന് തിരിച്ചടിയാകും. അൻവർ യു.ഡി.എഫിലെത്തിയാൽ മുതൽക്കൂട്ടാകുമെന്ന് കെ. സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി.വി. അൻവർ നിലവിൽ മറ്റൊരു പാർട്ടിയുടെ ഭാഗമാണ്. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്ന് കെ. സുധാകരൻ പറഞ്ഞു. അൻവർ വേണ്ട എന്ന നിലയിൽ മുന്നണിക്കുള്ളിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മരവിക്കാൻ തങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുമെന്നും കെ. സുധാകരൻ പറഞ്ഞു. അൻവർ മുന്നണിയിൽ വരുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് എതിർപ്പുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്നായിരുന്നു സുധാകരൻ നൽകിയ മറുപടി. പാർട്ടിക്ക് പുതിയ നേതൃത്വമായി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കണം. ഒരു വട്ടമെങ്കിലും പരസ്പരം സംസാരിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. 2 ദിവസം കാത്തിരിക്കണം. അൻവർ മുന്നണിയിൽ വരണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹമെന്നും കെ. സുധാകരൻ പറഞ്ഞു. കാലങ്ങളായി തനിക്ക് അൻവറുമായി വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പം വെച്ച് താൻ ഒന്നുകൂടി അദ്ദേഹത്തെ നേർവഴിയിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് കെ. സുധാകരൻ പറഞ്ഞു. അൻവർ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് കെ. സുധാകരൻ പറഞ്ഞു. ഷൗക്കത്തിനെതിരായ പരാമർശങ്ങൾ ശരിയായില്ല. അൻവർ സ്വയം തിരുത്തണം. നിലമ്പൂരിൽ അൻവർ നിർണായക ശക്തിയാണെന്നാണ് തന്റെ വിശ്വാസം. യു.ഡി.എഫിൽ ചേരാൻ അൻവറിനോട് ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടില്ല. അൻവർ സ്വയം വന്നതാണ്. വലിയ തിരിച്ചടിയോ ചെറുതോ എന്ന് പറയാനില്ലെന്നും കെ. സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻവറിന്റെ വിഷയത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് കെ. സുധാകരൻ പറഞ്ഞു. അൻവറും സതീശനും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വ്യക്തിപരമായ അകൽച്ചയൊന്നും മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു സുധാകരന്റെ മറുപടി. അൻവറിനോട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനം മരവിപ്പിച്ചിട്ടില്ലെന്നും താൻ അതിനായി ഇനിയും സംസാരിക്കുമെന്നും കെ. സുധാകരൻ കൂട്ടിച്ചേർത്തു. പി.വി. അൻവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുൻ നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറാണ് ആദ്യം നിലപാട് പറയേണ്ടതെന്ന ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും നിലപാടാണ് താൻ പറഞ്ഞതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.